ഇതോ വെറുതെ അതേപോലെ ഞാൻ ചിരിച്ചിട്ട് ബോറാക്കുന്നില്ല. ആ ചിരിയുണ്ടല്ലോ പൈസക്കുണ്ട്. ചിരിച്ചതിനെ കുറ്റം പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ ആളുകൾ പല രീതിയിലാണ് ചിരിക്കല്. പക്ഷെ ഇതൊരു വല്ലാത്തൊരു ചിരിയല്ലേ. അതാണ് മുത്തേ, ഞാൻ ചെയ്താലും ശരിയാവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഇങ്ങനെയാണ്. ഇതാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതാണ് ജസ്ന സലീം. ജസ്ന സലീമിന്റെ മെയിൻ പരിപാടി കണ്ണനെ വരച്ച് ഹിന്ദുക്കൾക്ക് വിക്കലാണ്. കണ്ണനെ വരച്ച് സോഷ്യൽ മീഡിയയിലിട്ട് അത് ഹിന്ദുക്കളുടെ ഇടയിലേക്ക് എത്തിച്ച് അങ്ങനെ കച്ചവടം ഉണ്ടാക്കി ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്ന ആളാണെന്നാണ് ചില ആൾക്കാർ ജസ്ന സലീമിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറയൂല. എടാ, മലയാളിയല്ലേ, ഏതൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലും അവിടുത്തെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ മലയാളികൾക്ക് സാധിക്കും. അത് തന്നെയാണ് ജസ്ന സലീം കാണിച്ചു കൊണ്ടുവരുന്നത്. ഹിന്ദുക്കളുടെ ആരാധന മൂർത്തിയായിട്ടുള്ള കൃഷ്ണനെ വരച്ചുകൊണ്ട് ഹിന്ദുക്കൾക്ക് വിറ്റ് പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ പറഞ്ഞാൽ മതി. ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണെന്ന് പറയാൻ എനിക്ക് പേഴ്സണലി ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എന്തായാലും നമുക്ക് ഇന്ന് ജസ്ന സലീം വെറൈറ്റി മീഡിയക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിലുള്ള കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് മറുപടി കൊടുക്കാണ്ട് പ്ലേ ചെയ്യാം. സുരേഷ് ഗോപി ചേട്ടനെ മനസ്സിലാക്കണം. അത് ഈ സമൂഹത്തിൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. സുരേഷ് ചേട്ടനെ മനസ്സിലാക്കാൻ ഈ സമൂഹത്തിൽ എല്ലാവർക്കും പറ്റൂല എന്നാണ് പറഞ്ഞത്. എനിക്ക് പേഴ്സണലി സുരേഷ് ചേട്ടന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് അറിയാം. സുരേഷ് ചേട്ടൻ ചില ടൈമിന് ജന്മിയായിട്ട് ജീവിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ആ പറഞ്ഞത് സത്യം തന്നെയാണ്. ജസ്ന പറഞ്ഞത് സത്യം തന്നെയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ എന്തെങ്കിലും കൊടുത്തത് എവിടെയെങ്കിലും പബ്ലിസിറ്റി ആകുന്നതിനെക്കാട്ടിലും ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി ആവില്ല എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ആ പറഞ്ഞവനെ ഫസ്റ്റ് ചൂരലിനടിക്കണം. കാരണം വേറെ ഒന്നല്ല, എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനാണ് കൊടുക്കാത്തതിനേക്കാൾ കൂടുതൽ റീച്ച്. സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പല ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരുടെ പേജിൽ കയറി നോക്ക്. അപ്പൊ മനസ്സിലാവും ചാരിറ്റി എന്ന് പറഞ്ഞ പരിപാടി പബ്ലിസിറ്റി ആക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ എത്ര പബ്ലിസിറ്റി കിട്ടുമെന്ന്. നിങ്ങൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയല്ലേ, കൊടുത്തതിനേക്കാൾ റീച്ച് കൊടുക്കാത്തതിന് കിട്ടൂല. കൊടുക്കാത്തതേ ഇവര് പറയുള്ളൂ. ശരിയാണ്, ചില ആൾക്കാരെ കൊടുക്കാത്തതിനെ പറ്റിയേ കൂടുതലായിട്ട് പറയുള്ളൂ. അതിനൊരു കാരണമില്ലേ. അവർക്ക് അവകാശപ്പെട്ടത് അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവരെ തീർച്ചയായിട്ടും പറയില്ലേ. അത് തന്നെയാണ് ഇവിടെ സുരേഷ് ചേട്ടൻ കൊടുത്തതിനേക്കാൾ കൂടുതൽ കൊടുക്കാത്ത ആൾക്കാരാണ് ഉള്ളത്. സുരേഷ് ചേട്ടൻ ഒരു ഗ്രാമമൊക്കെ ദത്തെടുത്തത് ഓർമ്മയുണ്ടോ? അവിടുത്തെ ആൾക്കാർക്ക് എന്താ കൊടുത്തത്? അതേപോലെ ഏട്ടന്റെ നന്മ കാണാൻ പലരും ശ്രമിച്ചിട്ടില്ല. ശരിയാണ്, സുരേഷ് ചേട്ടൻ അത്യാവശ്യം നല്ലൊരു മനസ്സിന് ഉടമയാണ്. പക്ഷെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? സുരേഷ് ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിൽ വർഗീയതയും വിദ്വേഷവും കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടല്ലോ. സുരേഷ് ചേട്ടൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. സുരേഷ് ചേട്ടന് ജനങ്ങൾ ആ ഒരു കാറ്റഗറിയിലുള്ള ആളായിട്ടേ കാണുള്ളൂ. കാരണം സംഘപരിവാറിന്റെ സപ്പോർട്ട് കൊണ്ട് ജയിച്ചു വന്നിട്ടുള്ള ഒരാളാണ് സുരേഷ് ചേട്ടൻ. അപ്പൊ സംഘി മൈൻഡുള്ള ഒരാൾ അങ്ങനെ ജനങ്ങൾ കാണുള്ളൂ. നന്മയുള്ള മനസ്സിന് ഉടമയാണെന്നൊന്നും ജനങ്ങൾ പറയൂല. ഒരുപാട് സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും ഉറപ്പായിട്ടും സൈബർ ബുള്ളിങ് വരുമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമാവും ഞാൻ സുരേഷ് ഗോപി എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുമോന്നാ? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇപ്പൊ അടുത്ത് കണ്ടത്. സൈബർ ബുള്ളിങ് വരെ കാരണം ഒരാൾ ആത്മഹത്യ ചെയ്തത് ഓർമ്മയില്ല, ഒരു പെണ്ണ്. അത് തന്നെ പറയുന്നത് സൈബർ ബുള്ളിങ് എന്നെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ്. ചില ടൈമിന് നമ്മളെ പോലെയുള്ള ക്രിയേറ്റേഴ്സിന് മനസ്സിന് വല്ലാതെ ഫീൽ ചെയ്യും. അന്നേരം ജീവിക്കാനൊന്നും പറ്റൂല. നമുക്ക് മുറ്റത്തിറങ്ങാൻ പറ്റും. നമുക്ക് മുറ്റത്തിറങ്ങാൻ പറ്റുമെന്നാ? ചില സമയത്ത് ഇറങ്ങാൻ പറ്റൂല. വധഭീഷണിയൊക്കെ ഉയർത്തുന്ന ആൾക്കാരുണ്ട് ഈ സൈബർ ബുള്ളിങ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ. അവന്മാരെ പേടിച്ച് ചില സമയത്ത് മുറ്റത്തിറങ്ങാനൊന്നും പറ്റൂല. മഴ പെയ്യുമെന്ന് പേടിച്ചിട്ട് എല്ലാ സമയവും നമുക്ക് കുട കൊണ്ടെടുക്കാൻ പറ്റുമോ? മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് എല്ലാ സമയത്തും കുട കൊണ്ടുവന്ന് നടക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. എല്ലാ സമയത്തും കുട കയ്യിലെടുക്കുന്നത് നല്ലതാണ്. കാരണം കുട മഴയെ മാത്രം പ്രതിരോധിക്കുന്ന സാധനമല്ല. വെയിലിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ കുടയെ ആശ്രയിക്കാം അല്ലേ? നല്ല മൂല്യന്മാര് മാത്രമല്ല ഇവിടെ ഉള്ളത്, നല്ല പള്ളിയിലച്ഛനുണ്ട്, നല്ല നമ്പൂരിമാരും ഉണ്ട്. നല്ലതും ചീത്തയായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കറിയാം അന്യ സ്ത്രീകളെ പറ്റി നോക്കേണ്ട ആവശ്യമില്ല. അവരും പടച്ചോനും ആയിക്കോളും. അതാണ് അത് നല്ലൊരു പോയിന്റ് ആണ് കേട്ടാ. നിങ്ങളിപ്പോ ഈ ജസ്ന സലീമിനെ സൈബർ ബുള്ളിങ് ചെയ്യുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരും പടച്ചോനും തമ്മിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ തെറി വിളിക്കാൻ തോന്നൂലാലോ. പച്ചക്കൊക്കെ കൊള്ളൊക്കെ വിളിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ തെറി വിളിക്കുമ്പോൾ അതൊരു മോശപ്പെട്ട പരിപാടിയല്ലേ. ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവരും പടച്ചോനും തമ്മിലായിക്കോട്ടെ. നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കണ്ട. നിങ്ങൾക്ക് ഇത് കണ്ടിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ റിപ്പോർട്ട് അടിച്ച് ഒഴിവാക്കി കളയാ, അൺഫോളോ ചെയ്ത് കളയാ. കാണണ്ട, വീഡിയോ കാണണ്ട. അതല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു പെണ്ണിനെ ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കാൻ ഒരിക്കലും പാടില്ല. നിന്റെ ശരീരം വിറ്റ് ജീവിക്കുകയാണെങ്കിൽ, ശരീരം വിറ്റെന്നല്ല, നമ്മുടെ നാടൻ ഭാഷയിൽ പച്ച മലയാളത്തിൽ എന്നോട് പറഞ്ഞത്, നീ വേശ്യാവൃത്തിക്ക് ഇറങ്ങിക്കോ. ഇങ്ങനെ പറഞ്ഞത് ഒരു മുസ്ലിം ആണെങ്കിൽ, അവൻ സ്വന്തമായിട്ട് ഒരു മുസ്ലിം ആണെന്ന് ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ ഒരു മുസ്ലിം അല്ല. നീയൊക്കെ ഈ മതത്തിൽ നിന്ന് പുറത്തായിട്ട് വർഷം കുറെ കഴിഞ്ഞു. ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുന്നു. അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ ഇതെല്ലാം മറ്റേ ജാതിയാണെന്നൊന്നും വിചാരിക്കണ്ട. പക്ഷേ നീ കൃഷ്ണനെ വരയ്ക്കുന്നതും അതിങ്ങനെ കൊണ്ടുകൊടുക്കുന്നതും ഇത്ര മോശമാണ്. കൃഷ്ണനെ വരക്കുന്നതും അതിങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നതും ഒരിക്കലും മോശമാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾ ഈ അമ്പലത്തിലും അതേപോലെ തന്നെ ഹിന്ദുക്കളുടെ ഓരോ ആചാരങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഈ തട്ടവിട്ടിട്ട് പോകുന്നത് വളരെ മോശപ്പെട്ടൊരു പരിപാടിയാണ്. നിങ്ങൾ 24 മണിക്കൂർ തട്ടവിട്ട് നടക്കുന്ന ആളല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലത്തെ പരിപാടിക്ക് പോകുമ്പോൾ തട്ട ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാം. അല്ല, എനിക്ക് ശരിക്കും വിഷമമുണ്ട്. എന്താണെന്നറിയോ,
ഇവരൊക്കെ കാണുന്നത് ഏത് കണ്ണിലാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവൂല. കാരണം മത തീവ്രത ഉള്ള ആളുകൾക്ക് നിങ്ങൾ ഈ ചെയ്യുന്ന പരിപാടി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളെ തെറി വിളിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്നതും, തെറി വിളിച്ചുകൊണ്ട് കോൾ ചെയ്യുന്നതും, തെറി വിളിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നതൊക്കെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞാൻ ചിന്തിച്ചത്, എനിക്കിങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും ഷോക്കായിപ്പോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ ഇവര് പറയുന്നത്? നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണും പൂട്ടി പറയും നിങ്ങൾ ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഇതിന്റെ മുൻപ് ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും പടച്ചോനും തമ്മിലായിക്കോളുന്നു. അതാണ് യഥാർത്ഥ സത്യം. നിങ്ങളും പടച്ചോനും തമ്മിലായിക്കോ, ഞാൻ നിങ്ങളൊന്നും പറയുന്നൊന്നുമില്ല. ഞാൻ കൈന്റെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഗൈസ്, നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? കൊട മഴ പെയ്യുമ്പോൾ മാത്രമല്ല എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ? അതൊന്നും പറഞ്ഞതൊന്നും ജസ്നക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാണ് മുത്തേ ഇതിനെ കൊണ്ട് കോമഡിയാ ഇതോ ഒന്നും പറഞ്ഞ് കാണിച്ചെന്നാണ്ട. കൈന്റെ നരമ്പ് മുറിച്ചതാണ് കാണിച്ചെന്നത്. വെറുതെ കളിയാക്കണ്ടടാ. കണ്ടപ്പോ തന്നെ പാവം തോന്നുന്നു. പക്ഷെ ചെയ്യുന്ന വല്ലാത്തൊരു ചെയ്താണ്. അത് വേറെ കാര്യം. കളിയാക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം. കയ്യില് പാടാണോ? അടിയാളുണ്ട്. എന്ത് വെച്ചിട്ട് വരച്ചത്? ബ്ലേഡ് എടുത്ത് മുറിച്ച് ഞരമ്പ് പൊട്ടിപ്പോയി. ചെറിയൊരു മോട്ടിവേഷൻ തരാം. എന്ത് വലിയ പ്രതിസന്ധി കടന്നു വന്നു കഴിഞ്ഞാലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഇതേപോലെ ഒരിക്കലും കൈമുറിക്കേണ്ട ആവശ്യം വരൂല. അതേപോലെ എല്ലാവരും ചെയ്യാതിരിക്കുക കേട്ടാ. സത്യം പറയാലോ, ആ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയ ഒരു റിയാക്ഷനാണ്. അല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഇതേപോലത്തെ ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ളത് നല്ലത് തന്നെയാണ്. ഇതേപോലത്തെ കണ്ട് നമുക്ക് ചിരിക്കാലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ, അവളുടെ വരുമാന മാർഗമാണ് കണ്ണനെ വരച്ചിട്ട് ജീവിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് സദാചാര പോലീസായിട്ടുള്ള മതവിശ്വാസികൾ പോയിട്ട് ഇവളെ ആക്രമിക്കുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്തായാലും നിങ്ങൾ ആ പരിപാടി നിർത്തണം, ഇന്നത്തോടെ നിർത്തണം. കാരണം ചെയ്യുന്ന മോശമാണ്, അവള് ചെയ്യുന്ന മോശമാണ്, നിങ്ങൾ ചെയ്യുന്ന മോശമാണ്. അവൾക്കാരും സഹായിക്കുന്നില്ല, അവൾക്കാരും 10 രൂപ കൊടുക്കുന്നില്ല. പിന്നെ അവള് ചിത്രം വരയ്ക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? നിങ്ങൾ ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ തേങ്ങ കൊടുക്കുക, അല്ലെങ്കിൽ ചക്ക മുറിക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്തു. ഇതൊന്നും എനിക്ക് ബാധിക്കുന്ന കാര്യമല്ല. ഇവളെ തെറി വിളിക്കുന്ന ആൾക്കാർ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, വെറുതെ സമയം കളയണ്ടാന്നേ. നിങ്ങൾ തെറി വിളിച്ചിട്ട് കാര്യമില്ല. അവളിത് ചെയ്തുകൊണ്ടേ നിൽക്കും. വെറുതെ നിങ്ങൾ മണ്ടനാവും അതിന്റെ ഇടയിൽ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഫോളോ ചെയ്യാം.